സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. സോങ് വന്നപ്പോ എല്ലാം മറന്ന് കോറസ് പാടിക്കൊണ്ടിരിക്കുക. ആക്ച്വലി ഞാൻ ആര്? ഈ കല്യാണ നിശ്ചയവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ കല്യാണച്ചെക്കന് വേണ്ടപ്പെട്ടവനാണോ? അല്ല, ഈ കല്യാണ പെണ്ണുമായി എന്തെങ്കിലും ബന്ധമുള്ളവനാണോ? അതൊന്നുമല്ലെങ്കിൽ ഈ കല്യാണ പെണ്ണിന്റെ അമ്മയ്ക്ക് അറിയുന്നവനാണോ? ഇതൊന്നും തന്നെ ചോദിച്ച് മനസ്സിലാക്കില്ലേ നിങ്ങള്? ഞാൻ ആരാ? ഞാൻ ആരാന്ന്? ഞാൻ ആരാ? ചെറുക്ക, ആരാന്ന് നീ തന്നെ ഇങ്ങനെ വെറുതെ പറഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? പറഞ്ഞാലല്ലേ അത് മനസ്സിലാവൂ. പറയട്ടെ? പറയേ. പറയട്ടെ? ഒന്ന് പറ മോനെ. പറയട്ടേന്ന്. പറയട്ടെ പറയട്ടെ നീ ചോദിച്ചിട്ട് പറയാതെ പോടാ. ഈ ജാനകി അമ്മയ്ക്ക് ഞാൻ മകൻ മാതിരി, ഈ ദിവ്യക്ക് ഞാൻ മുറച്ചെറുക്കൻ മാതിരി. ഈ ദിവ്യയ്ക്കും എനിക്കും സ്വന്തങ്ങളെയെല്ലാം മറികടക്കുന്ന ഒരു ബന്ധം. അങ്ങനെയുള്ള എന്നെ അറിയിക്കാതെ ഇത്രയും വലിയ കാര്യം എന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കാൻ നോക്കണോ അമ്മേ? സോറി, ആന്റി. ആന്റി, മിസ്റ്റർ ജീവ, ഇത്രയും സുന്ദരിയായ ദിവ്യയെ നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ചു തരാൻ എനിക്ക് ഇഷ്ടമില്ല. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ജോക്ക്? അയ്യോ, തമാശയായിരുന്നു. പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നടത്തി തരാൻ ഞാനുണ്ട്. പെൺ വീട്ടുകാരുടെ കല്യാണക്കുറി കൊടുക്കുന്നത് മുതല് ഭക്ഷണം കഴിച്ച് ഇലയെടുക്കുന്നത് വരെ, എന്തിന് നിങ്ങളെ രണ്ടുപേരെയും ഫസ്റ്റ് നൈറ്റിന് അയക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് നോക്കിക്കൊള്ളാം. ഇതെന്റെ കടമയാണ്. ഓക്കെ, താങ്ക് യു. നല്ല ചുറുചുറുക്കുള്ളൊരു പയ്യൻ തന്നെയാ നീ. എനിക്ക് നിന്നെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഐ ഡോണ്ട് ലൈക്ക് കോംപ്ലിമെന്റ്സ്. ആ ചെറുക്കിന് വിവരം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അവൻ വല്ലതും പറഞ്ഞോട്ടെ. അതല്ല, പിന്നെ ഏതല്ലാന്ന്? 1942 സെക്കൻഡ് വേൾഡ് വാറില് ആ വാറൊക്കെ ഉരുക്കി റബ്ബറാക്കിയ ഇനി വാറിന്റെ കാര്യം മിണ്ടിയാ ആ വന്ന ചെറുക്കനല്ലേ, എല്ലാ കാര്യങ്ങളും അവൻ തന്നെ ഏറ്റില്ലേ? എന്റെ ജോലി എളുപ്പമായി. ഇല്ലെങ്കിൽ എല്ലാ കാര്യം നീ അങ്ങ് ചെയ്തേനല്ലേ? കോളേജ് ആകുമ്പോ നമ്മളെല്ലാരും ഒരുമിച്ച് ചെയ്യണമല്ലോ. ഇതെന്താ ഇത്? കയ്യ് ഇസ്ത്രി ഇടുന്ന എന്ത് വെച്ചാ? കൈ കൊണ്ട്. അത് ഞാനങ്ങ് വെട്ടിക്കളയും. ഓടിപ്പോടാ. അയ്യോ, ഡയലോഗൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി ചോക്ലേറ്റ് പോലത്തെ ഒരുത്തൻ കോളനിയിൽ വന്ന് കേറിയിട്ടുണ്ടല്ലോ. ഇനി കുറെ നാളത്തേക്ക് എന്റെ വീട് പൂട്ടിയിടേണ്ടി വരുമെന്നാ തോന്നുന്നേ. സാവിത്രി, ഇവക്കൊക്കെ ആരാ സാവിത്രി എന്ന് പേരിട്ടെന്ന് അറിയാത്തെ? എന്താ അമ്മ ഇത്? നമ്മളിവിടെയുള്ള കാര്യം അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? അത് മോളെ എനിക്കും അറിയില്ല. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്ന ഓർത്ത് എനിക്ക് പേടിയാവും. നോ 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 ടെൻഷൻ. റിലാക്സ്, റിലാക്സ്. എന്താ മമ്മി, എന്തൊക്കെയുണ്ട്? കണ്ടിട്ട് കുറച്ച് നാളായില്ലേ? ഏയ് ദിവ്യ, ഒരുപാട് സുന്ദരിയായല്ലോ. യു ആർ ലുക്കിംഗ് ഗുഡ്. ഓ, കല്യാണ വസ്ത്രം കിട്ടിയിരിക്കുകയാണല്ലേ? എന്തെങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നേ? ഓ, നിങ്ങൾ ഇവിടെ ഉള്ളത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണോ? പൂച്ചക്കിരിട്ടത്ത് പാൽ എവിടെ ഇരിക്കുന്നെന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട. ശിവന് 3 കണ്ണാണെങ്കിൽ എനിക്ക് കോടിക്കണക്കിന് കണ്ണുണ്ട് മോളെ. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. കുറച്ച് ലേറ്റ് ആയാലും കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്നല്ലേ. എന്തിനാ ഇവിടേക്ക് വന്നത്? നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഈ കല്യാണം നിർത്തിവെച്ച് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് കരുതി വന്നതല്ല. നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം നിർത്തിവെക്കാൻ മാത്രം ഞാൻ അങ്ങനെ ഒരു സാഡിസ്റ്റ് ഒന്നുമല്ല. ദിവ്യ ഒരു ബാങ്ക് മാനേജർ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം കേട്ടാ പിന്നെ നിങ്ങൾ മാത്രമല്ല ഞാനും ഒരുപാട് സന്തോഷിക്കില്ലേ? താളമേളങ്ങളോടുകൂടി എന്റെ ഭാര്യയെ മറ്റൊരുത്തിന്റെ ഭാര്യയായി കൈപിടിച്ച് കൊടുത്തിട്ട് അനുഗ്രഹിച്ചിട്ട് പോവാൻ വേണ്ടി വന്നതാ. അത്രേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഈ സ്ത്രീകൾക്ക് ടൈമിംഗ് സെൻസ് ഒട്ടുമില്ല. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ദിവ്യ കല്യാണത്തിന്റെ കാർഡ് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടാവും, അതാ ലേറ്റ് ആവുന്നേ. ഈ കോളനിയിലെ മോസ്റ്റ് റെസ്പോൺസിബിൾ പേഴ്സൺ ഞാനാണ്. ആദ്യത്തെ ഇൻവിറ്റേഷൻ എനിക്ക് തരാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നെ കണ്ടില്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. തന്നെ പറ്റി താൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? താൻ ആരാവേ? ദേ നോക്ക്, താൻ അവിടെ ഇല്ലെങ്കിൽ ആ ഇൻവിറ്റേഷൻ ചുരുട്ടി ജനലിൽ കൂടെ അകത്തേക്ക് ഇട്ടിട്ട് പോകും. തനിക്കൊരു കാര്യം അറിയൂ മിലിറ്ററി, ഈ കോളനി തന്നെ ഏറ്റവും സുന്ദരനായിട്ടുള്ള യങ് കപ്പിൾ തലവൻ ഞാനാ. അതുകൊണ്ട് എനിക്ക് തന്നെ ആദ്യത്തെ കുറി തരുമെന്ന് ഇന്നലെ രാത്രി തന്നെ അവള് തീരുമാനം എടുത്ത് കഴിഞ്ഞല്ലോ. ആരാ പറഞ്ഞ? അങ്ങനെ പറയുന്നത് കേട്ടില്ലേ? ആദ്യത്തെ കല്യാണക്കുറി ഐശ്വര്യമുള്ളവന് കൊടുത്താൽ ജീവിതകാലം മുഴുവൻ ഐശ്വര്യം ഉണ്ടാവുന്നാ പറഞ്ഞത്. ആരാ അത് പറഞ്ഞേ? നിങ്ങളുടെ ഭാര്യ തന്നെ. എടോ മിലിറ്ററി, ഇവനെ പിടിച്ച് ഭാര്യ ഏത് നേരം നോക്കിയാലും എന്റെ ഭാര്യയുടെ പിന്നാലെ നടക്കുന്നത് മാത്രം ഇപ്പൊ അവന്റെ പണി. എടോ, തന്റെ ഭാര്യയെ കുറിച്ച് ഇവൻ പറയുന്നതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നോക്കടാ, നീ ആരാണെങ്കിലും എന്തായാലും എന്ത് പിണ്ണാക്കായാലും എന്റെ മുന്നിൽ നീ വെറും വേസ്റ്റ് മാത്രമാ.
ഈ കോളനിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് വല്ലയിടത്തേക്കും പോകണം. ഇതെനിക്ക് സെന്റിമെന്റ്സ് ഉള്ള കോളനിയാ, ഞാൻ ഇവിടുന്ന് പോകില്ല. അപ്പൊ എന്റെ ഭാര്യയും കൂട്ടി ഞാൻ ഇവിടുന്ന് മാറിക്കോളാം. കല്യാണ ഗ്രൂപ്പ് ഈസ് കമ്മിങ്. കമോൺ കമോൺ ഐ സേ കമോൺ. ആദ്യ കല്യാണക്കുറി ആർക്കാ കൊടുക്കുന്നേ? അയ്യോ ഒന്ന് വേഗം പറ, സീൻ ഇൻട്രസ്റ്റിംഗ് ആവാൻ പോവല്ലേ. എടാ, റാസ്കൽ, പോടാ, മാറി നിക്കടാ. ഡയറക്ടർ ആദ്യത്തെ കല്യാണക്കുറി എനിക്കല്ലേ മോളെ. പിച്ചക്കാരനെ പോലെ ഇങ്ങനെ നിന്ന് കെഞ്ചാതടോ. ആദ്യത്തെ ആർക്ക് കൊടുത്താലും ഇവിടെയുള്ള എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാ. ഇതാ This is mine. എല്ലാവരും നോക്കിയേ, ആദ്യത്തെ കല്യാണക്കുറി വാങ്ങിക്കേണ്ട ആദ്യത്തെ ആൾ, ബന്ധത്തിലുള്ളവൻ സ്വന്തത്തിലുള്ളവൻ എല്ലാം ഞാൻ തന്നെയാ. അതുകൊണ്ട് തന്നെ ഈ ആദ്യ കല്യാണക്കുറി ഞാൻ തന്നെ വാങ്ങിച്ചോളാം. സ്വന്തക്കാരനാണെങ്കിൽ ആദ്യത്തെ കുറി ഇവന് തന്നെയാ. ഇതിൽ പ്രത്യേകത എന്താന്ന് വെച്ചാ, ദിവ്യയുടെ ആദ്യത്തെ കല്യാണക്കുറി അവളുടെ ആദ്യത്തെ ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി പോകുന്നതാ. ചെറുപ്രായത്തില് വീടൊക്കെ ഉണ്ടാക്കി കളിക്കുമ്പോ ദിവ്യയുടെ ഭർത്താവ് ഞാനായിരുന്നു. ഇങ്ങനെ ആദ്യ ഭർത്താവല്ലേ? ചെറുപ്രായത്തിലുണ്ടായ ഭർത്താവ്. അതേല് ട്വിസ്റ്റ് കൊണ്ടുവരാൻ അറിഞ്ഞ ഇതാ ഓരോന്ന് പറഞ്ഞു കേട്ടില്ലേ. എന്റെ ഈശ്വര, യുദ്ധക്കളത്തിന് കാലിന്റെ അടി ബോംബ് പൊട്ടിക്കോലത്തുള്ള അവസ്ഥയായിപ്പോയി. ഒരു മിലിറ്ററി മാൻ ആയത് കാരണം എനിക്കത് സഹിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ തൂങ്ങി നിന്നേനെ. ശരി ശരി, വാ വാ. ആ ആ നടക്ക്. നടക്ക്. ദിവ്യയുടെ കല്യാണം നമ്മുടെ കുടുംബത്തിലെ കല്യാണം പോലെ ഉണ്ട്. അങ്ങനെ തന്നെ ആ ഇരിക്കണം. പെട്ടെന്നാവട്ടെ. എന്താ സാവിത്രി, എപ്പോഴും കൂടെ ഇരിക്കുന്ന പുരുഷൻ ഇന്ന് കാണുന്നില്ല? എങ്ക പോയി? ആർക്കറിയാം, രാവിലെ മുതൽ കാണുന്നില്ല. പോയി തൊലയട്ടെ. ടുഡേ ഐ എം വെരി ഹാപ്പി. നല്ല ഭാര്യ. ആ സാരില്ല. എന്ത് സാരി സോറി എന്താടി ഉടുത്തിരിക്കുന്ന സാരി അഴിഞ്ഞു പോയാൽ പോലും അറിയാതെ നീ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത് എന്തിനാ? എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഇവിടെ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ആണുങ്ങളില്ലല്ലോ. അതെ അതെ, ഞാനെങ്ങാനും ഇവിടെ ഡാ, കാണുമെന്ന് ഇങ്ങോട്ട് എന്തിനാ പുള്ളിക്കാരന് വന്നേ? സംശയം. ലഡു ഒക്കെ പാക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പാക്കറ്റ് പിൻ ചെയ്യാന്നോർത്ത് വന്നതാ. പിന്നെ ഞാനൊക്കെ ഞാൻ ഇവിടെ ഉണ്ട്. നീ എന്താ വലിയ പിൻ ചെയ്യാൻ പോവാ? ഞാനും പിൻ ചെയ്യും. പോടാ. ആ. നീ അവളുടെ പിന്നിൽ കിടന്ന് തീവണ്ടി ഓടിക്കുന്ന എന്തിനാ? പോടാ. നോ, ഇവിടെ നോക്ക് രാജപ്പൻ ചേട്ടാ, നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെയൊന്നും നിൽക്കാൻ പാടില്ല. ഈ ലോകത്തില് ആരുടെയും ഭാര്യ ആർക്കും തന്നെ സ്വന്തമല്ല. Correct. ഇപ്പൊ പുരാണം നോക്കി, അതിലെന്താ? രാമന്റെ ഭാര്യയെ രാവണൻ അടിച്ചോണ്ട് പോയില്ലേ? ഇറ്റ് ഈസ് രാമായണം. അത് തന്നെ, രാവണന്റെ ഭാര്യയെ രാമൻ അടിച്ചോണ്ട് പോയ. ദാറ്റ് ഈസ് ഹിമായണം. ദേ നോക്കു മോനെ, വില്ലന്റെ ഭാര്യയെ എന്തിനാണ് ഹീറോ അടിച്ചോണ്ട് പോകുന്നത്? അടിച്ചോണ്ട് പോയല്ലോ, അടിച്ചോണ്ട് പോയല്ലോ, അടിച്ചോണ്ട് പോയല്ലോ. അതാണല്ലോ എന്റെ പേടി. എവിടേക്ക് കൊണ്ടുപോയിന്നാ? ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരൂ. ഇതൊക്കെ സംഭവിച്ച സ്ഥലം പറ. എവിടെയാ നടന്നേന്ന് പറയട്ടെ. പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ. പറയട്ടെ yes, പറയട്ടെ എന്ന് പറഞ്ഞ് please. പാട്ട് പാടാതെ ഒന്ന് പറയടാ. ഈ കാണുന്ന ബുക്കില് എവിടെയാണ് നടന്നത്, എപ്പോഴാണ് നടന്നത്, എങ്ങനെ നടന്നാൽ നന്നായിരിക്കും എന്നൊക്കെ ഈ കോളനിയിലുള്ള എല്ലാവരും ദിവ്യ പറയുന്നതിന് മുൻപ് എന്നോട് പറയണം. ഏയ് ദിവ്യ, നിനക്കറിയാമെങ്കിലും അതും എന്നോട് പറയണം. ഇല്ലെങ്കിൽ ഈ കോളനിയിലുള്ള എല്ലാവരോടും ഞാൻ തന്നെ പറയാം. ഞാൻ തന്നെ പറഞ്ഞോളാം.